നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂരിനെ പറ്റിയിട്ടാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ലോകാംബിക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകളൊക്കെ പ്രയോഗിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ കേരളത്തിലെ മറ്റ് 64 കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കേരളത്തിലെ പ്രസിദ്ധമാണ്. വടക്കോട്ട് ദർശനം ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ്. ക്ഷേത്ര നിർമ്മിതി സംഘകാലത്തിലാണ്. പരമശിവൻ ഇവിടെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ്. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ് എന്നാണ് ഒരു പ്രത്യേകത. ഉപദേവതകളായിട്ട് ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ, തവിട്ടുമൂർത്തി, വസൂരിമാല, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മകരമാസം 1 മുതൽ 4 വരെ നടക്കുന്ന താലപ്പൊലി, മീനമാസത്തിലെ ഭരണി മഹോത്സവം, കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഈ ദിവസങ്ങളിലൊക്കെ വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുക. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരികൾ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത്. കുന്നത്തെ, വടത്തിൽ, നീലത്തെ എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം. പുരാതനമായ മാതൃദൈവ സങ്കല്പം, പൂർവരത, കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയാണ് ഈ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് ലോകാംബിക എന്ന കൊടുങ്ങല്ലൂരിന്മാരാണ്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ ആണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് മധുരനാഗരം ദഹിപ്പിച്ച കണ്ണകി മധുരമീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദാംബയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട്. ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിടാട്ടുമൂർത്തി എന്നാണ് ഐതിഹ്യം. നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും, താലപ്പൊലി ദിവസം ഐശ്വര്യയായ മഹാലക്ഷ്മിയായും, വൃശ്ചിക തൃക്കാർത്തിക നാളിൽ ദുർഗതിനാശിനിയായ ദുർഗയായി സങ്കല്പിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്ക് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവൻ ഇവിടെ മുഖ്യദേവനാണ്. അതുകൊണ്ടാണ് 108 ശിവാലയത്തിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ദർശനം നടത്തിയ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞുകുട്ടൻ നമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മാർക്കാണ്ഡേയ പുരാണത്തിലെ ഭദ്രോത്പത്തി പ്രകാരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭദ്രകാളി സങ്കല്പമുണ്ട്. ഇതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭഗവതി. ഇത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച ഭഗവതിയാണ്. ദാരിക വീരനെ വധിക്കാൻ വേണ്ടിയാണ് അവതാരം. ബ്രഹ്മാവിന്റെ തപസ് ചെയ്ത് ദാരികന് സ്ത്രീയുടെ കൈകാൽ മാത്രമേ സംഭവിക്കാവൂ എന്ന് പറഞ്ഞേരി. ഒപ്പം 10,000 ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റ് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ദാരികന്മാർ ഉണ്ടാകണമെന്നും കൂടാതെ ബ്രഹ്മ മന്ത്രവും വരമായി വാങ്ങി. ത്രിലോകങ്ങൾ കീഴടക്കിയ ദാരികൻ രോഗങ്ങളെ പിടിച്ചെടുത്തു. ദാരികന്റെ ഉപദ്രവത്താൽ സർവ്വരും പൊറുതിമുട്ടുകയും എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു. ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി, വൈരാഹി, കൗമാരി, ഇന്ദ്രാണി തുടങ്ങിയ 6 ദേവിമാർ ദാരികനോട് ഏറ്റുമുണ്ടെങ്കിലും പരാജയപ്പെട്ടു. ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ വധിച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ മഹാദേവൻ നേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ആ ഭദ്രകാളി ദാരിക വീരനെ പൂരനെ വിളിച്ച് യുദ്ധത്തിൽ വധിച്ചു. വേതാള കണ്ഠസ്ഥിതയായ ഭഗവതിയാണിത്. ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ കാളീവാഹനമായ വേതാളവും ശിവഗണങ്ങളും കൂടി പാനം ചെയ്തു. ദാരിക ശിരസ്സും കയ്യിലേന്തിയ ഭഗവതി കൈലാസത്തേക്ക് തിരിച്ചു. അതാണ് ഇവിടുത്തെ ഒരു കഥ. ദാരികാവധത്തിന് ശേഷം ഭഗവാൻ
ഭഗവാനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് ഭദ്രകാളി പോകുന്നു. അങ്ങനെ അപ്പോൾ അവിടെ പരമശിവൻ അനുഗ്രഹിക്കുകയാണ്, എനിക്ക് എല്ലാ മംഗളങ്ങളോട് കൂടിയിട്ടും ലോകത്തിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യാൻ വേണ്ടി നീ അവിടെ തന്നെ വാഴുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വരുന്ന ഭക്തർ എന്ത് തന്നാലും അതൊക്കെ സ്വീകരിക്കുക, അവരെ അനുഗ്രഹിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിൻ്റെ കഥ ചൊല്ലിയിട്ട് നൃത്തം ചെയ്യുക, പൂജിക്കുക, അവരേത് രൂപത്തിൽ ഏത് ഭാവത്തിൽ വന്നാലും അവരെ അനുഗ്രഹിക്കണം എന്നാണ്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഭരണിക്കും ഇങ്ങനത്തെ, അതായത് എല്ലാ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള പാട്ടുകളും എന്താണോ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം ചെയ്തും ഭഗവതിയെ പ്രാപിക്കുക, അതായത് ഭഗവതിയുടെ ആ രൂപത്തെ വർണ്ണിക്കുക എന്നുള്ളതാണ്. അവിടെ ഏത് രൂപത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും അതൊക്കെ ഭഗവതിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പരമശിവന്റെ നാമം ജപിക്കുന്ന എവിടെയാണെങ്കിലും നീ അവരെ സന്ദർശിക്കണം എന്നാണ് വരം കൊടുത്തത്. അപ്പോൾ കലിയുഗത്തിലെ ഭക്തരുടെ ആദിജാതികളൊക്കെ വേഗം തന്നെ സുഖപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി ഭദ്രകാളിക്ക് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെയാണ് ദേവി പ്രസാദിക്കുന്നതാണ് വിശ്വാസം. ഇത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പ്രധാനമാണ്. ദേവി ദാരികയിൽ മരിച്ച രേവതി നാളിലാണ് രേവതി വിളക്ക് ആഘോഷിക്കുന്നത്. ബലിയുടെ പ്രതീകമായ ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടലെന്ന ചടങ്ങ് നടത്തപ്പെടുന്നു. ഇത് ദുരിതങ്ങൾ മാറാനുള്ള വഴിപാടായും നടത്തുന്നു. മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട്. മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ തൃച്ചന്ദന ചാർത്ത് എന്നറിയപ്പെടുന്നു. രഹസ്യ പൂജയാണ്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയെയാണ് തൃച്ചന്ദന ചാർത്ത് എന്നുള്ള പൂജ ഇതിലൂടെ സമർപ്പിക്കുന്നത്. 7 ദിവസം പിന്നെ നട അടച്ച് നട തുറപ്പ് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂജകളെ ദേവിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവമായിട്ടാണ് സങ്കല്പം. അതേപോലെ വസൂരിമാലയ്ക്ക് മഞ്ഞപ്പൊടി അടിക്കാനൊക്കെയുള്ള അവകാശം പ്ലാപ്പള്ളി, തെറടം എന്നീ 2 വീടുകളുടെ സ്ത്രീകൾക്കാണ്. എല്ലാ നടക്കിലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കാനും പ്രസാദങ്ങൾ കൊടുക്കാനൊക്കെ വടക്കേ നടയിലുള്ള ആൽത്തറയിലെ ഊരുട്ടാതി മുതൽ ഇരുന്നു കന്നി വെളിച്ചപ്പാടന്മാരെ വെട്ടിത്തെളിച്ച് വാളും ചിലമ്പും കൊടുക്കാനുള്ള അധികാരാവകാശങ്ങളും മേൽപ്പറഞ്ഞ 2 വീടുകൾക്കാണ്, ആണുങ്ങൾക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ പഴയ ആചാരങ്ങളിലൊന്നായ കൂട്ടമിരിപ്പ്, തറക്കൂട്ടം ഇപ്പോൾ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. മലയാള മാസം 1-ാം തീയതിയാണ് കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ്. ഇത് പഴയ കാലത്തെ സമയമാണെന്നാണ് വിശ്വാസം. സങ്കടക്കാരും കൂട്ടം പിരിയാവൂ എന്ന ക്രമമുണ്ടായിരുന്നു അത്രേ. അതായത് ആർക്കും സങ്കടം ഉണ്ടാവരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ഭരണിപ്പാട്ട് 2 തരമുണ്ട്. ഒന്ന് ദേവിയെ ഭക്തിയോടെ സ്തുതിക്കുന്നവയും മറ്റൊന്ന് തെറിപ്പാട്ടുകളാണ്. ധാരാളം കഥ ആഖ്യാനങ്ങളുള്ള പാട്ടുകളാണ്. ഭരണിപ്പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ്. അപ്പോൾ കോഴിക്കല്ല് മൂടലൊക്കെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങും. തൃശ്ശൂരിലെ വല്ലച്ചിറയിൽ നിന്ന് വരുന്ന സംഘമാണ് ആദ്യമായി പാടിത്തുടങ്ങുക. ഇവർക്ക് കോമരങ്ങളില്ല. ഇവരിലെ കാരണവർ ദേവിയെ സ്തുതിച്ച് പാടുമ്പോൾ മറ്റുള്ളവർ തന്നാരം പാടുന്നു. ഊരകത്തമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള സംവാദം ഇവരുടെ പാട്ടിലുണ്ട്. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും കൊടുങ്ങല്ലൂർ തട്ടകത്തിലെത്തിയിട്ട് കൊടുങ്ങല്ലൂരമ്മയെ കാണാനും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം നേടാനും ഒക്കെ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.